വളയഞ്ചിറങ്ങര സുവർണ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കെ ഗോപാലകൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച വായനശാല അങ്കണത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം. സിനിമാ നാടക കലാകാരൻ ജയചന്ദ്രൻ തകഴിക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കലാഗ്രാമമായ രാമമംഗലത്തു നിന്നും വളയഞ്ചിറങ്ങരയിലെത്തി സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറിയ കെ ഗോപാലകൃഷ്ണൻ വിട പറഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു. കെ എന്ന് നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന അദ്ദേഹത്തിന് വളയഞ്ചിറങ്ങര സുവർണ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു. തിങ്കളാഴ്ച വായനശാല അങ്കണത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം സിനിമാ നാടക കലാകാരൻ ജയചന്ദ്രൻ തകഴിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിന്ന് കെ സാറിനെ അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് കോടാനുകോടി ജനങ്ങൾ ജീവിച്ച് മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ചില മനുഷ്യരെ മാത്രം ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഓർത്തിരിക്കും. അവരെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മറന്നു കളയാൻ പറ്റില്ല. മറ്റൊന്നുമല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ലാതെ, നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലാതെ, നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സമൂഹത്തിൻ്റെ നന്മയിൽ അവസാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു നാട് മുഴുവൻ, ഒരു നാട് മാത്രമല്ല, വളയഞ്ചിറങ്ങര മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാമമംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണെന്നും പറയപ്പെടുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിലെയും ആ പ്രാദേശികമായ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു വലിയ ജ്വലിക്കുന്ന ഓർമ്മ പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ വിളക്ക് പോലെ തെളിഞ്ഞു നിൽക്കുകയാണ് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രയോ മനോഹരമായിരുന്നു. ഓരോ നിമിഷവും അവിടെ ചിലപ്പോൾ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാം, കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളോ ഇല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്ന എല്ലാ മനുഷ്യനും ഈ ഒരു കരിമ്പും കാടിനിടയിൽ ജീവിക്കുന്ന പോലെയാണ്. സാമൂഹിക പ്രവർത്തനം ഇല്ലെങ്കിൽ സമൂഹ സേവനം ചെയ്യുന്ന എല്ലാ മനുഷ്യരും ഒരുതരം കരിമ്പും കാട്ടിനകത്ത് ജീവിക്കുന്ന പോലെയാണ് സമൂഹത്തിനിടയിൽ ജീവിക്കുന്നത്. കാരണം അതിൻ്റെ ഇല ഏത് ഭാഗത്ത് കൊണ്ടാലും മുറിയും, ചോര വരും. കേരളത്തിലെ വാദ്യകുലപതി ശങ്കരൻകുട്ടി മാരാർ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. എന്തായാലും ഇദ്ദേഹം അവിടെ രാമകത്തിന് ഇവിടെ ആയതിനു ശേഷം അവിടുത്തെ ഇവിടെയും തെറ്റും എനിക്ക് തോന്നുന്നത് ഇവിടെയും രാമങ്ങളാണെന്ന് സംശയം. കാരണം എല്ലാം കൊണ്ടും ആളുകളായിട്ടുള്ള ബന്ധം കൂടി സങ്കല്പിക്കുകയും കിട്ടി. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾക്ക് ചെയ്യാനും പ്രാരബ്ധനായവരാണ് ഈ കേൾപ്പത്തി പറയാൻ എന്തുതന്നെയായാലും അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ കഴിയണം, ഇവിടെ ഞാൻ അറിഞ്ഞത് എങ്കിലും എനിക്ക് വരാൻ പറ്റില്ല. കാരണം അന്ന് കഴിയുള്ള ഈ സമയത്ത് എനിക്ക് 2 പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പരിപാടി തീർന്നിട്ടില്ല. ഇനി എൻ്റെ 4-5 പരിപാടിയിൽ ഇരിക്കുന്നുണ്ട്. അത് ഇവിടെ നല്ല പരിപാടിയിലില്ല. ഒക്കെ പാലക്കാടും കോഴിക്കോടും കോളണ്ടിലേക്കാണ്. അദ്ദേഹം പ്രതിഷ്ഠാത്തിന് ഗംഭീര പരിപാടിയാണ്. എങ്ങനെയായാലും 3-4 നൂറ്റാണ്ടുള്ള മേളമുണ്ടാവും. അതുകൊണ്ട് സന്തോഷമുണ്ടാവും, കാര്യമുണ്ടാവും. ഇവിടെ നല്ല പ്രതിഷ്ഠാനത്തിന് ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങോട്ടൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല തോന്നുന്നില്ല. പിന്നെ അവിടെ അതല്ല, അങ്ങനെ ആ പൂരം കഴിഞ്ഞപ്പോൾ ആ കാശിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിഷ്ഠാനത്തിന് ഗംഭീരമായിട്ട് അവർക്ക് കാണാനാണ് ആ മേള ഉണ്ടാവുക. അത് ഇപ്പം പരിപാടി ഇതും അവിടെ നടക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം പരിപാടി എന്തായിരുന്നു, ഈ അടുത്ത് തന്നെ ഇവിടെ ആറാട്ടോടെ പ്രതിഷ്ഠാനുണ്ട്. ആ ഗംഭീര പരിപാടിയാണ്. തുറന്നു പക്ഷെ ഇവിടൊക്കെ ഈ കഴിഞ്ഞ മിക്ക സ്ഥലങ്ങളിലും ഈ 2-3 മിക്ക സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഞാളോടൊക്കെ ഇതൊക്കെ ഉണ്ടാവാറില്ല. രാമമംഗലം ഷഡ്കാല ഗോവിന്ദമാരാർ കലാസമിതി സെക്രട്ടറി കെ ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തത്. ഇത് രാമമംഗലത്തിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് കൂടിയൊക്കെയാണ് ഞങ്ങളത് കാണുന്നത്. ഒരു രാമമംഗലത്തുകാരൻ വളയഞ്ചിറങ്ങര വന്ന് വളയഞ്ചിറങ്ങയുടെ എല്ലാ മേഖലയും കൈയടക്കി കീഴടക്കി ചുക്കില്ലാത്ത കഷയം ഇല്ല എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ സമസ്ത മേഖലയിലും പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ചു.
സൃഷ്ടിച്ച ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ KK ഗോപാലകൃഷ്ണൻ ചേട്ടൻ. എന്നെ സംബന്ധിച്ച് ഞാൻ 90കളിൽ വളയഞ്ചിറങ്ങര ആദ്യമായി വരുന്നത് രാമമംഗലം കുരിപ്പള്ളിക്കാവിൽ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് കാവടി വേണം ഒരു ഘോഷയാത്രയ്ക്ക്. അങ്ങനെ ഞാൻ ചന്ദ്രസാറിന്റെ വീട്ടിൽ കാവടി ബുക്ക് ചെയ്യാൻ വേണ്ടി ആദ്യമായി വളയഞ്ചിറങ്ങര വരുന്ന ഒന്നാണ്. അന്ന് ഗോപാലകൃഷ്ണൻ ചേട്ടൻ വഴിക്കാണ് വരുന്നത്. ആ വരുന്ന വഴിക്ക് ചന്ദ്രസാറിനെ കണ്ടതിന് ശേഷം ആദ്യം കയറിയ സ്ഥലമാണ് സുവർണ തിയേറ്റേഴ്സിന്റെ ഓഫീസ്. കൂടാതെ സുവർണ തിയേറ്റേഴ്സുമായും ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക കലാസമിതിക്ക് വളരെ കാലം മുമ്പ് ഏകദേശം 90കളിൽ തന്നെയാണ് അവിടെ നടത്തിയ ഒരു കുട്ടികൾക്കുള്ള ഒരു ക്യാമ്പിൽ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ വന്ന് ഒരു നാടകക്കളരിൽ അഭിനയം കുട്ടികളെ പഠിപ്പിച്ചത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ വളരെ ആത്മബന്ധമുള്ള ഒരു പ്രദേശമാണ് വളയഞ്ചിറങ്ങര. അതുപോലെ തന്നെ ആത്മബന്ധമുള്ള ഒരു സ്ഥാപനവും സാംസ്കാരിക സ്ഥാപനവും ഗ്രന്ഥശാലയുമാണ് ഈ വളയഞ്ചിറങ്ങരയുള്ളത്. കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NP അജയകുമാർ, വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ G ആനന്ദകുമാർ, സുവർണ സെക്രട്ടറി K അശോകൻ, പ്രസിഡന്റ് G അജീന, വാർഡ് മെമ്പർമാരായ ആശാരവി, ഡെയ്സി അനിൽ, വായനശാല സെക്രട്ടറി P രാജൻ, MM മോഹനൻ, NM രാജേഷ്, KKയുടെ പ്രിയപ്പെട്ട പത്നി ശ്രീകുമാരി ടീച്ചർ, മക്കൾ G മനോജ്, G ദിലീപ്, കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും കലാസാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. എല്ലാ രംഗങ്ങളിലുമുള്ള ഒരു നിറഞ്ഞ മുഖമായിരുന്നു മനുഷ്യങ്ങൾ. സുവർണ തിയേറ്റേഴ്സിനെ സംബന്ധിച്ച് സുവർണയുടെ ദീർഘകാലമെന്ന നേതൃത്വവും സുവർണ തിയേറ്റേഴ്സിന്റെ പ്രധാന മുഖമായിരുന്നു മനുഷ്യൻ. അതോടൊപ്പം തന്നെ വളയഞ്ചിറങ്ങര സാംസ്കാരിക രംഗത്ത് വായനശാലയുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ ഒളിമ്പിക് സ്പോർട്സ് ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാം ഒരേപോലെ തന്നെ തൻ്റെ സമയം പോലെ സജീവമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ജോലി ഉള്ള കാലത്ത് ജോലി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ എല്ലാവരോടുമൊപ്പം ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വലിപ്പചെറുപ്പമില്ലാതെ പങ്കാളിയാവുകയും പക്ഷെ വളയഞ്ചിറങ്ങരയിലെ പൊതുവായി പണിതിട്ടുള്ള കെട്ടിടങ്ങളിലെ എല്ലാം ഒരു ആർക്കിടെക്റ്റ് ഒരു സേവനം എന്ന രീതിയിൽ തന്നെ ₹1 ആരുടെ കയ്യിൽ നിന്നും പ്രതിഫലം വാങ്ങാതെ തന്നെ വായനശാലയുടെ ആയാലും അതുപോലെ തന്നെ സുവർണ തിയേറ്റേഴ്സിന്റെ ആയാലും നമ്മുടെ സ്കൂളിന്റെ അടക്കമുള്ള കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മാണ രംഗത്തൊക്കെ എല്ലാവരും ഉപദേശം തേടുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു ഡിസൈൻ തയ്യാറാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല തുടർന്ന് അതിൻ്റെ നിർമ്മാണം തുടരുന്ന ഘട്ടങ്ങളിലെല്ലാം അതിന്റെ സൂപ്പർവിഷനൊക്കെ എല്ലാ ദിവസവും ഒന്ന് ആരും പറയാതെ തന്നെ വന്ന് ശ്രദ്ധിച്ചു പോകുന്ന ഒരാളായിരുന്നു മനുഷ്യൻ. ജയചന്ദ്രൻ തകഴിക്കാരന്റെ ഏക കഥാപാത്ര നാടകം ECGയും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.